മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും മലപ്പുറം ജില്ലാ രൂപീകരണ വിവാദങ്ങളുമാണ് പ്രചാരണ രംഗത്ത് UDF ഇപ്പോൾ ഉയർത്തുന്നത്. ജില്ലയെ ആക്ഷേപിച്ചു പറയുകയും അതിന് കൂട്ടുനിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പരാമർശം മാറ്റിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നും AP അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 100 പേജിന്റെ നോട്ട് പുസ്തകത്തിൽ എഴുതിയാൽ തീരാത്ത അത്ര പരാതികൾ ഈ ഗവൺമെന്റിനെ കുറിച്ചുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയായ മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി, അതാണല്ലോ നമ്മുടെ ഒരു സ്ഥിതി. ആ മുഖ്യമന്ത്രി തന്നെ ഒരു ജില്ലയെക്കുറിച്ച് ആക്ഷേപിച്ച് പറയുക, അങ്ങനെ ആക്ഷേപിക്കുന്നവർക്ക് സംരക്ഷണം നൽകുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റു വഴികളില്ലാത്തതുകൊണ്ടായിരുന്നു CPM മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് അനുകൂലമായി നിലപാടെടുത്തതെന്നാണ് KR ഗൗരിയമ്മയുടെ ആത്മകഥയിൽ പറയുന്ന കാര്യം ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗിന്റെ വിമർശനം. PK ഫിറോസിന്റെ വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രി ഹിന്ദുവിൽ നടത്തിയ അഭിമുഖം മലപ്പുറം ജില്ലയെ ആകമാനം അപമാനിക്കുന്ന തരത്തിലാണല്ലോ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. തുടർച്ചയായി മലപ്പുറം ജില്ലക്കെതിരായി, മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കെതിരായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ കാണുമ്പോൾ ജില്ലയെ ആകെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണല്ലോ. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചപ്പോൾ ആ വിജയം ന്യൂനപക്ഷ വർഗീയതയാണ് വിജയത്തിൻ്റെ പിന്നിലെന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ വോട്ടർമാരെ സമീപിക്കുമ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഞങ്ങളെ അപമാനിച്ച മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവർ ഓർത്തുകൊണ്ട് ഞങ്ങളോട് പറയാണ്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അനീഷ്, മലപ്പുറം പരാമർശം നേരത്തെയും ഉന്നയിച്ചതാണ്, അത് തേഞ്ഞു പഴകിയതാണ് എന്നാണല്ലോ CPM ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തവരാണ് CPM. പിന്നീട് ഞങ്ങളാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് എന്ന വാദം ഉന്നയിക്കുന്നതിൻ്റെ കാര്യകാരണ സഹിതമുള്ള വിശദീകരണങ്ങളും ഇപ്പോൾ UDF നൽകുകയാണല്ലോ. പക്ഷേ രണ്ടും അവഗണിക്കുക എന്നത് തന്നെയല്ലേ LDFന്റെ നിലപാട്? LDF ഇക്കാര്യത്തിൽ കാര്യമായ ഒരു പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരുന്നില്ല. കാരണം മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പറഞ്ഞു തേഞ്ഞു പോയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പഴകിയ കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങളുമായി എന്തിനു മുന്നോട്ട് വരുന്നു? മുഖ്യമന്ത്രി തന്നെ ഈ ഇൻ്റർവ്യൂവിൽ വന്ന കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞതാണ്. പിന്നീട് ആ പത്രം ഭേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും അത് ഉന്നയിക്കുന്നത് ദുഷ്ടലാക്കോടുകൂടി ആണ് എന്ന് തന്നെ CPM പറയുന്നു. പക്ഷേ ആ വിഷയത്തിൽ തന്നെ ഊന്നി മുന്നോട്ട് പോകാനാണ് UDF കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അവർ നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളായാലും മറ്റ് കവലകളിലെ യോഗങ്ങളായാലും എല്ലായിടത്തും ഊന്നി പറയുന്ന ഒരു കാര്യം ഇതുതന്നെയാണ്. കാരണം മലപ്പുറം വികാരം എന്നത് ഉയർന്നു വരുമ്പോൾ അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്തരം ഒരിടത്ത് ഇത്തരം വോട്ടുകളേറെ നിർണായകമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറാവുന്നില്ല. ദേശീയപാത പോലുള്ള മറ്റു ചില വിഷയങ്ങൾ കൂടി രണ്ടാമതായി ഉയർന്നു വരുന്നെങ്കിൽ പോലും ഇപ്പോഴും പ്രചാരണ രംഗത്ത് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. മഞ്ജുഷ്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസമായിട്ട് ഇതേ വിഷയം തന്നെയാണ്, മലപ്പുറം ജില്ലാ രൂപീകരണം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം. ഇത് രണ്ടുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് UDF ഉയർത്തിക്കാട്ടുന്നത്. LDFും UDFും അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രണ്ടു കൂട്ടരും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. സർക്കാർ 10 വർഷം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ഇവിടെ ഏറ്റവും അൺഫോർച്ചുനേറ്റ് ഒരു കാര്യം നമ്മുടെ നാട്ടിൽ 10-20 കൊല്ലം നടക്കുന്നത്, ഈ രണ്ട് പാർട്ടിയും LDFും UDFും ചെയ്യുന്നത് 100% 24/7 365 ദിവസം രാഷ്ട്രീയം. അവർക്ക് വികസനോ പുരോഗതിയോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അതിനൊരു താല്പര്യമോ ഒരു പദ്ധതിയോ ഒരു സ്കീമോ ഒരു പോളിസിയോ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് സത്യം, ഇതാണ് ഫാക്ട്. ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടന്നതെന്ന് M സ്വരാജ്. മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നു. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് കോടതിയിൽ പോയതെന്നും സ്വരാജ് പറഞ്ഞു. പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് പോയത്, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം ഞാൻ നടപ്പാക്കിയതല്ല. പാർട്ടിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തത്. എടുക്കാൻ കാരണം ജനപ്രാതിനിധ്യ നിയമം നഗ്നമായി ലംഘിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഞാനതിനെക്കുറിച്ചൊന്നും ആരോടും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. എത്ര വലിയ തെളിവുകൾ അതിൻ്റെ മുൻപാകെ ഉണ്ട്.
അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തെ ഇത്രമേൽ ദുർബലപ്പെടുത്തുന്ന മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വലിച്ചിഴച്ച ഒരു സംഭവം അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അത് നമ്മൾ നിസ്സംഗമായി നോക്കി നിൽക്കാൻ പാടില്ലാത്തതാണെന്നും പാർട്ടി കാണുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി കോടതിയെ സമീപിച്ചു.